കുട്ടിക്കാലത്ത് കാടുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രേതകഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ പ്രേതങ്ങൾ വിഹരിക്കുന്ന ഹൊയ്യ ബിസിയു എന്ന കാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റൊമാനിയയിലെ ടാൻസിവാനിയയ്ക്കടുത്തുള്ള ക്രൂഷ് നപ്പോക്ക നഗരത്തിന് അടുത്ത് നിലകൊള്ളുന്ന ഒരു കാടാണിത്. സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ കാട്ടിലേക്ക് പോകാം. അസാധാരണമായ നിരവധി സംഭവങ്ങളെ തുടർന്ന് ബിസിയു കാടുകൾ ലോകശ്രദ്ധ ആർജിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ആടുകളുമായി ഒരു ഇടയൻ ടുമേനിയയിൽ നിന്ന് ഈ കാട്ടിലേക്ക് എത്തി. അദ്ദേഹത്തെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 200 ആടുകളെയും കാണാതായി. ഈ കഥയിലെ ആട്ടിടയന്റെ പേരിലാണ് കാട് അറിയപ്പെടുന്നത്, ഹൊയ്യ ബിസിയു. ഇപ്പോഴും പ്രേതാന്വേഷികളും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ പരിശോധിക്കുകയാണ് ഈ വനത്തിലെ ദുരൂഹത. എമിൽ ബാർണിയ എന്ന മിലിറ്ററി ടെക്നീഷ്യൻ 1968 ഓഗസ്റ്റ് 18 ഇവിടെ നിന്നെത്തി ചിത്രം പകർത്തി. ഒരു പറക്കും തളികയായിരുന്നു അത്. അതോടെ ഈ കാടുകൾ ലോകപ്രസിദ്ധവുമായി. നിരവധി കഥകൾ ഈ കാടിനെ ചുറ്റിപ്പറ്റിയുണ്ട്. രാത്രിയിൽ നിലവിളി ശബ്ദം കേൾക്കാമെന്നും പ്രകാശഗോളങ്ങൾ കാണാമെന്നുമെല്ലാം പ്രദേശവാസികൾ പറയുന്നു. പലതരം അജ്ഞാത മൃഗങ്ങൾ ഈ കാട്ടിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാടിനെ കുറിച്ച് കേട്ട് ധൈര്യം തെളിയിക്കാൻ എത്തിയവരും ഗവേഷകരും സഞ്ചാരികളടക്കം നിരവധി പേർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പലർക്കും പല അനുഭവങ്ങളാണ് ഈ കാട് സമ്മാനിച്ചത്. ശാരീരിക അസ്വസ്ഥതകൾ വരെ ആളുകളെ നേരിട്ടിട്ടുണ്ട്. കാട്ടിലേക്ക് എത്തിയവർ പകർത്തിയ ചിത്രങ്ങൾ പിന്നീട് നോക്കുമ്പോൾ അവരെ കൂടാതെ പലരെയും ചിത്രങ്ങളിൽ കണ്ടെത്തിയിട്ടുമുണ്ടെന്നാണ് അവകാശവാദങ്ങൾ ഉയരുന്നത്. പകൽ സമയങ്ങളിൽ പോലും ആളുകൾ പോകാൻ മടിക്കുന്ന ഒരിടമാണിത്. ഹൊയ്യ ബിസിയു കാടിന്റെ മധ്യഭാഗത്തായി ഒരു പുൽപ്രദേശമുണ്ട്. എല്ലാ നിഗൂഢതകളുടെയും കേന്ദ്രം ഇവിടെയാണെന്നാണ് വിശ്വാസം. ഈ പ്രദേശം ലക്ഷ്യമാക്കി സാഹസികത ഇഷ്ടപ്പെടുന്ന നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുമുണ്ട്. കാട്ടിനകത്ത് അസാധാരണമാം വിധം വളർന്ന മരങ്ങളൊക്കെ കാണാൻ സാധിക്കും. ട്രാവൽ ചാനലിന്റെ ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ കാട് ചിത്രീകരിച്ചിരുന്നു. കാടിനകത്തെ അസാധാരണ കാഴ്ചകളും താപവ്യതിയാനവും വെളിച്ചവും എല്ലാം ചിത്രീകരണ സംഘം പകർത്തി. എന്നാൽ ഇവയുടെ ശാസ്ത്രീയ വിശദീകരണം മാത്രം ഇന്നും ആർക്കും നൽകാനായിട്ടില്ല. എങ്കിലും ശാസ്ത്രീയമായ പ്രത്യേകതകളാണ് ഈ കഥകൾക്ക് പിന്നിലെന്നാണ് ചിലരുടെ വാദം. അസാധാരണമായ കാന്തിക പ്രഭാവങ്ങളും മറ്റുമാണ് അത്തരത്തിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. പല കഥകളും ചുറ്റിപ്പറ്റിയുണ്ടെങ്കിലും ഇവയെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള അടവാണെന്നാണ് ചിലർ പറയുന്നത്.